നമസ്കാരം. 12 വർഷം കഴിഞ്ഞിട്ടും TP എന്ന രണ്ടക്ഷരം വടകരയുടെ രാഷ്ട്രീയ ബോധത്തിൽ കത്തി നിൽക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയപ്പോൾ വീണ്ടും TP വധക്കേസ് ചർച്ചയിൽ ഇടം പിടിച്ചു. CPM-ന്റെ ഒരിക്കലും ഇളകാത്ത കോട്ടയായിരുന്ന വടകരയിൽ TP ചന്ദ്രശേഖരൻ ഇല്ലാതായ ശേഷം പാർട്ടിക്ക് ചുവടുറച്ചിട്ടില്ല. ഇത്തവണ TP ഫാക്ടർ ഉണ്ടാവില്ലെന്ന് സ്വയം ആശ്വസിച്ച തിരഞ്ഞെടുപ്പിന് ഇറങ്ങാനൊരുങ്ങുമ്പോഴാണ് TP കേസിലെ ഹൈക്കോടതി വിധി വന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഭാവിയിലെ വനിതാ മുഖ്യമന്ത്രി എന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ട KK ശൈലജയെയാണ് ഇത്തവണ LDF കളത്തിലിറക്കിയത്. വടകര ഏതു വിധേനയും തിരിച്ചുപിടിക്കുകയും TP ഫാക്ടർ മാഞ്ഞു എന്ന് തെളിയിക്കുകയുമാണ് CPM-ന്റെ ലക്ഷ്യം. 2009-ൽ 56,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ ജയിച്ചത്. അന്നും മത്സരിച്ച TP ചന്ദ്രശേഖരൻ 21,883 വോട്ട് പിടിച്ചു. CPM സ്ഥാനാർത്ഥിയായിരുന്ന P സതീദേവിയുടെ തോൽവിക്ക് TP ചന്ദ്രശേഖരൻ കാരണമായി എന്നായിരുന്നു CPM കണക്കുകൂട്ടൽ. TP വധത്തിന് ശേഷം നടന്ന 2014-ലെ തിരഞ്ഞെടുപ്പിലും മുല്ലപ്പള്ളി ജയിച്ചു. AN ഷംസീറിനെ തോൽപ്പിച്ച മുല്ലപ്പള്ളിക്ക് പക്ഷേ 3,306 വോട്ടിന്റെ ഭൂരിപക്ഷമേ നേടാനായുള്ളൂ. അതിനുശേഷമാണ് വടകരയിലേക്ക് K മുരളീധരൻ എത്തിയത്. 84,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് CPM-ലെ അനിഷേധ്യ നേതാവായ P ജയരാജനെ മുരളി തോൽപ്പിച്ചത്. ഇത്തവണയും K മുരളീധരനാണ് UDF-നായി പോരാട്ടത്തിനിറങ്ങുന്നത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് തന്നെ KK ശൈലജ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് UDF-നൊപ്പമുള്ളതെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ LDF. UDF-നൊപ്പമുള്ള ഏക മണ്ഡലം TP-യുടെ ഭാര്യ KK രമയുടെ വടകരയാണ് എന്നതാണ് LDF-നെ അലട്ടുന്നതും. TP വധം ആളുകൾ ഏറെക്കുറെ മറന്നുവെന്ന് LDF ആശ്വസിച്ചിരിക്കെയാണ് ഹൈക്കോടതിയുടെ വിധിയെത്തിയത്. CPM-നെ ഏറെക്കാലം പ്രതിരോധത്തിലാഴ്ത്തിയ TP വധം 12 വർഷം പൂർത്തിയാകുമ്പോഴായിരുന്നു വിധി. 5 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമടക്കം കടുത്ത ശിക്ഷ. പുതുതായി പ്രതി ചേർത്തവർക്കും ജീവപര്യന്തം. കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ വർദ്ധിപ്പിച്ചാണ് ഹൈക്കോടതി കടുത്ത ശിക്ഷ വിധിച്ചത്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് KK ശൈലജ ഇതിനോട് പ്രതികരിച്ചത്. എന്നാൽ കോടതി ശിക്ഷിച്ചതുകൊണ്ട് കുറ്റക്കാരനാകില്ലെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. TP വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയുമ്പോഴെല്ലാം സംഭവിച്ചതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വീണ്ടും TP വധക്കേസ് ചർച്ചയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഹൈക്കോടതി വിധിയെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് LDF ശ്രമിക്കുന്നത്. KK ശൈലജയുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലെയുള്ള വലിയ തിരഞ്ഞെടുപ്പിൽ TP വധം ചർച്ചയാകേണ്ടതില്ല എന്ന KK ശൈലജയുടെ നിലപാടിൽ നിന്ന് അത് വ്യക്തം. വടകരയുടെ വികസന മുരടിപ്പാണ് ചർച്ചയെന്നും അവർ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയപ്പോൾ 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് CPM. പോരാത്തതിന് KK ശൈലജ എന്ന ജനപ്രിയ നേതാവ് സ്ഥാനാർത്ഥിയും. അതേസമയം KK ശൈലജയെ ജയിപ്പിച്ച് കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്ന ഗൂഢലക്ഷ്യം പാർട്ടിയിലെ ചിലർക്കുണ്ടെന്ന് കിംവദന്തിയുമുണ്ട്. ശൈലജയ്ക്ക് ജനങ്ങൾക്കിടയിലും അണികൾക്കിടയിലുമുള്ള സ്വാധീനം സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചിലർക്ക് ഭീഷണിയാണെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ P ജയരാജന് സംഭവിച്ചതായിരിക്കും ശൈലജയ്ക്കും സംഭവിക്കുക എന്നും അഭിപ്രായമുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ പ്രബലനായിരുന്ന P ജയരാജനെ വടകരയിൽ മത്സരിപ്പിച്ച് തോൽപ്പിക്കുകയും അതുവഴി ഒതുക്കുകയും ചെയ്യുക എന്നത് പാർട്ടിയിലെ ചിലരുടെ ഗൂഢലക്ഷ്യമായിരുന്നുവെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ആരോപണം ഉയർന്നിരുന്നു. മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചിരുന്ന K മുരളീധരൻ ശക്തമായി മത്സര രംഗത്തേക്കിറങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കുറിക്കുകൊള്ളുന്ന മറുപടികളുമായാണ് മുരളീധരൻ കച്ചകെട്ടിറങ്ങിയത്. P ജയരാജനെ തോൽപ്പിച്ചതുപോലെ ശൈലജയെ തോൽപ്പിക്കാനാകില്ലെന്ന് UDF-ന് അറിയാം. എന്നാൽ പലയിടത്തും RMPയെ മുന്നിൽ നിർത്തി TP വധം വീണ്ടും ചർച്ചയാക്കി തന്നെയായിരിക്കും UDF പ്രചാരണത്തിനിറങ്ങുക. നന്ദി.